ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ടയാണല്ലോ ഈ മഴയിൽ ഇപ്പോൾ ഏറ്റവും അധികം പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. ഏതായാലും മഴയ്ക്ക് ശമനമാണ്. 146 ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ ജില്ലയിലുണ്ട്. മഴയുടെ കാഠിന്യം കുറഞ്ഞതോടെ റാന്നിയിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി ഇറങ്ങുകയും ആറന്മുളയിലും വലിയ അളവിൽ വെള്ളം ഇറങ്ങി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. സുജുറ്റി ബാബു പത്തനംതിട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് അവിടുത്തെ അന്തരീക്ഷമെന്ന്. ആശ്വാസകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ ജില്ല എന്ന് പരിശോധിക്കാം. സുജു, ഗുഡ് മോർണിംഗ്. സുജു, രാത്രി മഴയുടെ അളവ് കുറയുകയായിരുന്നോ? ഇപ്പൊ രാവിലെ നേരിയ തോതിൽ മഴയുണ്ടെന്ന് തോന്നുന്നു. ജില്ലയിൽ റാന്നി അടക്കമുള്ള മേഖലകൾ, ആറന്മുള, ഇവിടെയൊക്കെ വെള്ളക്കെട്ട് കുറയുന്നുണ്ടോ? ആശ്വാസം നൽകുന്ന വാർത്തകളാണോ കേൾക്കുന്നത്? മനു, രാത്രി മഴ പൂർണ്ണമായും മാറി നിന്നിരുന്നു. എന്നാൽ രാവിലെ വീണ്ടും മഴ പുനരാരംഭിച്ചിരിക്കുകയാണ്. റാന്നിയിൽ വെള്ളക്കെട്ട് പൂർണ്ണമായി ഇറങ്ങി. അവിടെ യാതൊരു പ്രശ്നവും ഇപ്പില്ല. ഇപ്പോൾ ആറന്മുളയിൽ ഏതാനും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് വെള്ളക്കെട്ടുള്ളത്. അതായത് വയലിലുള്ള മേഖലയിലാണ് വെള്ളക്കെട്ട്. വയലിനോട് ചേർന്നുള്ള വീടുകളിലൊക്കെ വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളമുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ സൈഡിൽ രക്ഷാപ്രവർത്തനത്തിയ ബോട്ടൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ പ്രദേശവാസികളോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി? ഇപ്പോൾ എങ്ങനെയുണ്ട് കേട്ടോ ഇവിടുത്തെ വെള്ളം? ഇപ്പോഴത്തെ സ്ഥിതി സ്വല്പം ശാന്തമാണ്. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. കാഞ്ഞിരവേലി, പനമൂട്ടിപ്പടി ടു കാഞ്ഞിരവേലി റോഡിൽ ഇപ്പോഴും അരയ്ക്ക് മേൽ വെള്ളമുണ്ട്. എങ്കിലും ഇപ്പോൾ രാവിലെ നല്ല മഴ തുടങ്ങി. ഞങ്ങളുടെ കുറേ ആൾക്കാരെ, കൊല്ലത്തുള്ള ജീവകാരുണ്യ പ്രവർത്തകർ, കരിന്താളൂർ ഫാമിലിക്കാരെ കുറേ ആൾക്കാരെ മാറ്റി പാർപ്പിച്ചു. അങ്ങോട്ട് പോകുമ്പോൾ എത്ര വെള്ളമുണ്ട്? അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോൾ അരയ്ക്കിൽ മേൽ വെള്ളമുണ്ട്. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം. ഇന്നലെ ഇവിടുത്തെ കഴിഞ്ഞ ദിവസങ്ങളുടെ ഭീകരമായ സാഹചര്യമായിരുന്നു. ഭീകരമായ സാഹചര്യമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു ഭീകരമായ സാഹചര്യം തന്നെയായിരുന്നു. നമ്മൾ നിൽക്കുന്ന പ്രദേശത്തൊന്നും നമുക്ക് നടന്നു വരാനോ അല്ലെങ്കിൽ എത്തപ്പെടാനോ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. നമുക്ക് ആളുകളൊക്കെ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ഈ കാണുന്ന വീടുകളിലൊക്കെ നല്ല രീതിയിൽ വീടുകൾ വെള്ളം കയറിയൊരു സാഹചര്യമായിരുന്നു. ഇപ്പോഴാണ് ഈ പ്രദേശത്തേക്കൊന്ന് എത്തിപ്പെടാൻ പോലും പറ്റുന്നത്. മനുവിന് ഓർമ്മ കാണും, നമ്മൾ ലൈവ് നിന്ന ആ സ്ഥലം. അവിടെയൊക്കെ ഇപ്പോൾ വാഹന ഗതാഗതം സുഗമമായി പോകും എന്നതാണ് പ്രത്യേകത. എനിക്ക് തോന്നുന്നു വീടുകളിലൊക്കെ ആളുകൾ ഈ വീടിലേക്ക് നോക്കുമ്പോൾ അറിയാം വെള്ളം ഇറങ്ങിയില്ലേ. ഈ വീട്ടിലൊക്കെ നമ്മുടെ ഈ വെള്ളം കയറിയ വീട്, എനിക്ക് തോന്നുന്നത് ഇത്രയും ഈ ലെവൽ വരെ വെള്ളം കയറി കിടക്കുമായിരുന്നു അല്ലേ? വീടിൻ്റെ അകത്തോട്ട് വെള്ളം കയറിയിരുന്നു. വീടിൻ്റെ അകത്തോട്ട് വെള്ളം കയറിയിരുന്നു. ഞങ്ങൾ പിന്നെ 2 ദിവസം ഇവിടെ ഇരുന്നു. 3-ാമത്തെ ദിവസം ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അന്നേരവും വെള്ളം ഉണ്ടായിരുന്നു. അടുത്തൊരു വീട്ടിലാണ് പോയി താമസിച്ചത്. വീടെല്ലാം ക്ലീൻ ചെയ്തോ? വീടൊക്കെ ഒരാളിനെ നിർത്തി ചെയ്യിപ്പിച്ചാൽ വയ്യാത്തതുകൊണ്ട് ഞാനും മോനുമേ ഇവിടെ താമസമുള്ളൂ. കണ്ടു ബക്കറ്റിലൊക്കെ വെള്ളം കണ്ണാടിപ്പണിയായിരുന്നു. ആറന്മുള കണ്ണാടിയുടെ സർവ്വസാധനങ്ങൾ ഒഴുകിപ്പോയി. വീടിനകത്തല്ല, പുറത്താ. നമ്മള് പുറത്തല്ലേ സാധനങ്ങളെല്ലാം വെച്ച് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണമുള്ള ഒരു കുടുംബമാണ്. അവരെ അതെല്ലാം ഒലിച്ചു പോയെന്നാണ് പറയുന്നത്. നമുക്ക് വീട്ടിലോട്ട് കയറുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ് ഈ നാട്ടിലുള്ള ജനതയുടെ അവസ്ഥ. ഇവിടെ എല്ലാം അവർ ക്ലീൻ ചെയ്ത് ഒരു പരിധി എടുക്കുകയാണ്. വീടിൻ്റെ ഉള്ളിലൊക്കെ ഭിത്തിയിൽ കാണാൻ സാധിക്കും, ഈ നനവ് കാണാം. ഇവിടെ എല്ലാം വെള്ളം കയറി പോയൊരു സാഹചര്യമാണ്. കണ്ടേ, ഇതെല്ലായിടത്തും മേളോട്ട് കയറ്റി വെച്ചതാ. മേളോട്ട് കയറ്റി വെച്ചാൽ വെള്ളം പൊങ്ങി എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതും കൊണ്ട് ഇറങ്ങി പോകുമായിരുന്നു എന്നുള്ള സാഹചര്യമായിരുന്നു അല്ലേ? ഇതാണ് ആറന്മുള കണ്ണാടി. എന്തോ ചള്ളയാണെന്ന് പറയുക, മൊത്തം ചള്ളയാ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ എല്ലാ സാധനങ്ങളും ഒഴുകി പോയി. നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആദ്യം തൊട്ടെല്ലാം ഒട്ടായി വരണം. കരി കൊണ്ടാണ് സാധനങ്ങളൊക്കെ ഉണ്ട്. കരിയില്ലേ, വലിയ കരിയൊക്കെ, ആ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒന്നും ഇവിടെ തകർത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ ഒഴുകി പോയത്. വീണ്ടെടുക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകും? 2-3 ലക്ഷം രൂപ ഉണ്ടല്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ രക്ഷപ്പെട്ട് വരാൻ പറ്റത്തുള്ളൂ. ആയിരുന്നു. ഭർത്താവ് മരിച്ചു പോയി. പിന്നെ മോനും ഞാനും ചെയ്യുന്നത്. അതിൻ്റെ സാധനങ്ങളൊക്കെ അതെല്ലാം ഇഷ്ടപ്പെട്ടെല്ലാം പോയേക്കുക. അടിപ്പണി ചെയ്യുന്ന സാധനങ്ങളെല്ലാം കണ്ടെത്താനും സമയമെടുക്കും. ഇത് തിരിച്ചെടുക്കില്ല. 2012 വെള്ളത്തിന് ഈ വീടെല്ലാം പോയതാ. പിന്നെ ഞങ്ങൾ രണ്ടാമത് പണയം വെച്ചും ലോൺ എടുത്തും ഒക്കെയാണ് വീട് വെച്ചത്. അടവെല്ലാം തീർന്നോ? അതിൻ്റെ ഇപ്പോഴും സ്വർണം പണയം ഇരിക്കുക, എടുത്തില്ല. വീണ്ടും ഇത് തന്നെ വരുന്നു. പൈസ ലോണത്തല്ലേ പറ്റൂ? പിന്നല്ലാതെ
അതുമല്ല 2-3 പ്രാവശ്യം മോനും വയ്യാതൊക്കെ വന്ന് എല്ലാം എനിക്കും വയ്യാതെ വന്ന് പിന്നെ ശ്വാസകോശത്തിനൊക്കെ അസുഖങ്ങളും കിട്ടകളും ഒക്കെ വീണൊക്കെ ഇരിക്കുക. എന്തായാലും അതിൻ്റെയോട് ബന്ധപ്പെട്ട ഇതാന്ന് തോന്നുന്നില്ലേ കല്ലൊക്കെ അല്ലേ? കല്ല് സാധനങ്ങൾ മണ്ണുകളും എല്ലാം ഒലിച്ചു പോയി. നമ്മൾ ആ മണ്ണുമൊക്കെ കുഴച്ചാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതായത് സാധനങ്ങളും എല്ലാം ഒലിച്ചു പോയി. കെട്ടിവെച്ചിരുന്ന സാധനങ്ങളായതെല്ലാം. കഴിഞ്ഞ പ്രാവശ്യം കുറേ ഓടും സാധനങ്ങളും ഒക്കെ പോയി. പ്രാവശ്യം അത് തന്നെയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് വെക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാം. ഞങ്ങളൊന്നും കയറിയ കുഴപ്പമുണ്ടോ? ചല ആവും തോന്നില്ലേ? ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴേ അല്ല അപ്പുറം വഴി പോകും, സൈഡ് വഴി പോകും. അല്ല സൈഡ് വഴി പോകാൻ പറ്റുമെങ്കിൽ അല്ലല്ല സൈഡ് വഴി പോകാം. ഞങ്ങൾ അത് ചോദിക്കണം. മനു ആ വീട്ടിലേക്ക് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചള്ളയായിട്ട് പോകുന്നത് ശരിയല്ല. ഇതാണ് ഇവിടത്തേക്ക് ഒരു പൊതു സാഹചര്യം ആണ്. വീടുകളിലെ ആ അമ്മ പറഞ്ഞത് തന്നെയാണ്. കാരണം വെള്ളം ഇറങ്ങിയിട്ട് തിരികെ ആളുകൾ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. പല വീടുകളിലും ഇപ്പോഴും വെള്ളം കയറിയ നിലയിൽ തന്നെയാണ്. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മഴ വീണ്ടും രാവിലെ ശക്തമാകുന്നു എന്ന് പറയുമ്പോൾ അത് അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്. പക്ഷെ മഴ അങ്ങനെ അതായത് സുജു, ഞാൻ മനസ്സിലാക്കുന്ന രാത്രിയിൽ മഴ കുറവായിരുന്നു അല്ലേ? പക്ഷേ ഇപ്പോൾ നേരം വെളുക്കുമ്പോൾ കുറച്ചുകൂടി മഴ ആരംഭിച്ചിട്ടുണ്ടല്ലേ, പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ പെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ പറയുന്ന ഈ മഴയിൽ കാര്യമായ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ കിഴക്കൻ മേഖല, അതായത് നമ്മുടെ മലയോര മേഖലയിൽ ഉണ്ടാകുന്ന മഴ ശക്തിപ്പെടുമ്പോഴാണ് ഇവിടങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് ശബരിമല ഉൾവനം, അതുപോലെ തന്നെ മറ്റ് പല പ്രദേശങ്ങളിലും ഉൾവനങ്ങളിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ മേഖലയിൽ വലിയ ദുരന്തമുണ്ടാകുന്നത്. ഒരു പക്ഷേ മഴ അവിടെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും കാര്യങ്ങൾ ഗുരുതരാവസ്ഥയിലേക്ക് പോകും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. പക്ഷേ കാലാവസ്ഥയാണ്, നമുക്കറിയാം. അലേർട്ടുകൾ മാത്രമല്ല എങ്ങനെയാണ് മാറി മറിയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നടന്നു വരുന്ന ഈ പ്രദേശം കാണുമ്പോൾ മനോറിയാം നമ്മൾ പോകുന്ന വഴിയിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ കൂടുന്നതല്ല, നമ്മൾ നിന്നതിനേക്കാൾ കൂടുതൽ വെള്ളമുള്ള പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയ ഒരു മേഖല കൂടിയായിരുന്നു. ആളുകളൊക്കെ നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. അവർക്ക് രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞെടുത്തൊക്കെ പരമാവധി ഒരു ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എല്ലായിടത്തും ഇത് തന്നെയായിരിക്കാം. ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ സ്വന്തമായിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വെള്ളം കയറിയ സ്ഥലമായിരുന്നില്ലേ? അല്ല ഇവിടെയൊക്കെ എത്തപ്പെടാൻ പറ്റാത്ത ഉത്തരം ഒരു മിനിറ്റ് അങ്ങോട്ട് വരുവാ. ഇവിടെയൊക്കെ അങ്ങോട്ട് വരുവാന്ന് ഇവിടെയൊക്കെ എത്തപ്പെടാൻ പറ്റാത്ത പോലെ വെള്ളമായിരുന്നില്ലേ? ഞങ്ങൾ ഇതിൻ്റെ മുകളിലായിരുന്നു താമസം. പിന്നെ ജബർദസ്ത് ഞങ്ങളെ ഇറക്കിക്കൊണ്ട് പോയി. നമ്മുടെ വീട് വിട്ടൊക്കെ ഇറക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു വീട്ടിൽ പോയി താമസിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നും നമ്മളൊരുത്തരെ പിന്നെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെയും ജീവിക്കണമെന്നുള്ളത്. പക്ഷേ ഇത് പ്രകൃതി ഇങ്ങനെ വരുന്നത് അനുഭവിക്കുക, അത്രേ ഉള്ളൂ. രാവിലെ പരമാവധി ക്ലീൻ ചെയ്യുമോ അല്ലേ? പിന്നല്ല, ഇതെല്ലാം ഇങ്ങനെ കിടന്നാൽ പറ്റുമോ? ഇവിടെ എൻ്റെ അവിടെ മിറ്റമെല്ലാം കവർ ചെയ്തു വെള്ളം. പിന്നെയും ഭൂമി നിരപ്പിൽ അങ്ങനെ അങ്ങോട്ടങ്ങ് ഈ റോഡിൽ നിന്ന് പൊക്കത്തായോണ്ട് പൊക്കമല്ല, ഞങ്ങൾ പൊക്കിയതാ. ശേഷം പൊക്കിയതാണോ? അല്ലല്ല, ഞങ്ങൾ വീട് പണിഞ്ഞപ്പോഴേ പൊക്കിയ. മുൻകൂട്ടി കണ്ടു? അല്ല, കണ്ടില്ല. ഞാനിവിടെ ജനിച്ചു വളർന്നു, എനിക്കറിയാം ഇവിടുത്തെ. പിന്നെ ആശ്വാസം എന്താ, ഞങ്ങളിപ്പം ചെറുപ്പമാന്നേ കുഴപ്പമില്ല. പ്രായമായ കാലത്ത് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. വിളിച്ചു ചോദിക്കും, ആശങ്കപ്പെടുമല്ലോ. വിളിച്ച് അവർ കിടന്ന് വിഷമിക്കുക. ഇത് മക്കൾ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കാം അല്ലേ? പേടിക്കൊന്നും വേണ്ട ഇപ്പം. അത് അല്ലല്ലോ അവർക്ക് അച്ഛൻ രാവിലെ വന്ന് എല്ലാം വൃത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് ഇവിടങ്ങളിലൊരു പൊതുചിത്രം കൂടിയാണ്. പല വീടുകളിലും വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ തന്നെ ക്ലീനിങ് നടക്കുവാണ്. എങ്കിലും നമ്മൾ ഇത് മനു ഇവിടെ എത്തുമ്പം അഖിലേഷ് നാം നിൽക്കുന്നതിൻ്റെ ഒരു ആഴം കാണിക്കാം. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും വെള്ളം കൂടുന്നില്ല, കൂടിയ സ്ഥലങ്ങൾ എന്നാണ് പറയേണ്ടത്. എങ്കിലും മഴ പെയ്യുന്നതോടെ ചെറിയ തരത്തിലെങ്കിലും ആശങ്ക. അച്ചായൻ പറഞ്ഞ നമ്മളെ പേടിപ്പിച്ച വാർത്ത കൂടെ കിണിക്കട്ടത്തിൽ പാടില്ല. എന്തായാലും വസ്തുതാപരമായ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കുക മാത്രമാണ് ചെയ്തത്. പൊടിപ്പും തൊങ്ങലുമായിട്ട് പലരും ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ആ കൂട്ടത്തിൽ കൂടിയില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് അച്ചായനോട് പറയാം. അതുകൊണ്ട് ആ ഭയം വേണ്ട. അച്ചായന്റെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആശങ്ക വേണ്ടെന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ അത് തന്നെയാണ് പറഞ്ഞു വന്നതും. അദ്ദേഹം പറഞ്ഞത്
റാന്നിയിലെ മഴയുമായി ബന്ധപ്പെട്ട നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അലേർട്ടുകളും ഇന്ന് ഏതെങ്കിലും തരത്തിൽ മഴ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ റാന്നിയിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ടോ അല്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. ആറന്മുളയിലും ഭൂരിപക്ഷം സ്ഥലങ്ങളിലെയും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഈ വയലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിലവിലുള്ള വെള്ളക്കെട്ട് തുടരുകയുമാണ്. എന്നാൽ പോലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾ പൊക്കത്തിലും നിലയില്ലാത്ത തരത്തിൽ വെള്ളം ഇനി മുമ്പോട്ട് പോകുമ്പോൾ കയറിയ പ്രദേശങ്ങൾ കൂടിയാണ്. എനിക്കൊന്ന് ക്യാമറ ആ ഭിത്തി ഒന്ന് കാണിക്കുവാണെങ്കിൽ കാണാം, അവിടെ എല്ലാം നനഞ്ഞു കിടക്കുന്നത് കാണാം. അവിടെ എല്ലാം വെള്ളം കയറിയ ഒരളവുണ്ട്. ആ തരത്തിലായിരുന്നു. അപ്പം നമ്മൾ ആ കണ്ട വീട് ഇച്ചിരി ആ അപ്പച്ചൻ പൊക്കി കിട്ടിയോണ്ടാണ് രക്ഷപ്പെട്ടത്. തിരുവല്ലയാണ് ആ പ്രളയക്കെടുതി രൂക്ഷമായിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് കമലേഷ് തിരുവല്ല മറ്റൊരു കാര്യം കൂടി അറിയണം സുജു. നമ്മൾ തിരുവല്ലയെക്കുറിച്ചും ആറന്മുളയെക്കുറിച്ചും റാന്നിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ അധികം പരാമർശിക്കാതെ പോയിടമുണ്ട് കോന്നി എന്ന് പറയുന്നത്. വലിയ മലയോര മേഖലകളുള്ള മണ്ഡലം കൂടിയാണ്. പക്ഷേ ആ കോന്നിയിലെ മഴക്കെടുതിയിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ അവിടുത്തെ MLA യോഗത്തിന്റെ ഭാഗമായി പോലും വിളിച്ചില്ല എന്ന് പറയുന്ന ഗൗരവതരമായ ഒരു ആക്ഷേപം കൂടി വന്നിട്ടുണ്ട്. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കോന്നി മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാതെ പോവുകയായിരുന്നോ മുഖ്യമന്ത്രി? അങ്ങനെ ഒരു ആക്ഷേപം ഉയരുകയാണോ? തീർച്ചയായിട്ടും മനോ, കോന്നിയെ പൂർണ്ണമായും മുഖ്യമന്ത്രി VD സതീശൻ അവഗണിച്ചിരിക്കുകയാണ്. കോന്നിയിൽ സന്ദർശനം നടത്തിയിട്ടില്ല. മാത്രമല്ല ജില്ലയിൽ നടന്ന അവലോകന യോഗം, മുഖ്യമന്ത്രി മന്ത്രി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ കോന്നി MLA KU ജനീഷ് കുമാറിനെ ക്ഷണിച്ചിരുന്നില്ല. അതിനാൽ തന്നെ കോന്നി MLA പങ്കെടുത്തിരുന്നുമില്ല. നമുക്കറിയാം കോന്നിയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊക്കാത്തോട് ഉരുള് പൊട്ടിയിരുന്നു. നമ്മൾ ഉരുൾ പൊട്ടിയ ആ വീടിൻ്റെ മുമ്പിൽ ചെന്നതാണ്. അവരുടെ വീടിൻ്റെ മുമ്പിൽ കിടന്ന ജീപ്പ് ഒലിച്ചു പോയി വീടിൻ്റെ മുമ്പിൽ ഒരു പുഴ പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. അവരുടെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടെന്നാണ് ആ വീട്ടിലെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. രാത്രി ശബ്ദം കേട്ടിട്ട് വിറയ്ക്കുകയായിരുന്നു. ആ പ്രദേശത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോലും എത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നില്ല. പിന്നീട് നാട്ടുകാർ ചേർന്നാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. 4 മണി മുതൽ കോന്നി MLA KU ജനീഷ് കുമാറുടെ സജീവ സാന്നിധ്യവും ഉണ്ടായിരുന്നു. MLAയും രക്ഷാപ്രവർത്തനം. കോന്നിയിൽ ഈ കൊക്കാത്തോട് മാത്രമല്ല മൂഴിയാറിൽ പല വീടുകളും പൂർണ്ണമായി തകർന്നിരുന്നു. മാത്രമല്ല സീതത്തോട് പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വെള്ളം കയറിയിരുന്നു. പലയിടങ്ങളിലും ഉരുൾപൊട്ടിയതായി സംശയമുണ്ട് ഉൾവനങ്ങളിൽ. അങ്ങനെ ഒരു സ്ഥലമാണ് കോന്നിയിൽ. അല്ല പ്രളയക്കെടുതി അല്ലെങ്കിൽ മഴക്കെടുതി രൂക്ഷമായ സ്ഥലം കൂടിയായിരുന്നു കോന്നി. പക്ഷേ കോന്നിയിൽ ഒന്ന് കാലുകുത്താനോ കോന്നി സന്ദർശിക്കാനോ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറായില്ല എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ്. ഇനി കോന്നിയിലെ MLA പ്രതിപക്ഷ MLA ആയതുകൊണ്ടാണോ ഇനി മുഖ്യമന്ത്രി VD സതീശനോട് സന്ദർശിക്കാഞ്ഞത് എന്ന കാര്യം നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നില്ല. പക്ഷേ കോന്നി മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിച്ചില്ല എന്നുള്ള വസ്തുതയാണ്. കോന്നിക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് ഒന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇനി കോന്നിയിലെ MLA യോഗത്തിലേക്ക് ക്ഷണിച്ചുമില്ല, ചർച്ച ചെയ്തില്ല. ഇവിടെ കോന്നിക്കാർ ചോദിക്കുന്ന മലയോര മേഖലയാണ്. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ VD സതീശൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലേ? അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ അറിയണ്ടേ? പ്രളയം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മഴക്കെടുതി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ചില സ്ഥലങ്ങളിൽ മാത്രമല്ല, ജില്ലയിലുണ്ടായ എല്ലാ ഇടങ്ങളിലെയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മുഖ്യമന്ത്രി VD സതീശൻ അറിയേണ്ടതാണ്. എന്താണെന്നറിയില്ല. VD സതീശൻ കോന്നിയിലേക്ക് അവഗണന നടത്തി. കോന്നിയിൽ നിന്ന് ഇന്നലെ എത്തിയില്ല. പൂർണ്ണമായി കോന്നിയെ അവഗണിച്ച ഒരിതായിരുന്നു. ഇതെന്തുകൊണ്ടാണെന്നുള്ള കാര്യമല്ല. കോന്നിയിലെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാത്തപ്പോൾ പുലർച്ചെ മുതൽ MLA ഇടപെട്ടുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയുമാണ് അവിടെ രക്ഷാപ്രവർത്തനവും തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രി VD സതീശൻ എത്തിയപ്പോൾ കോന്നിയിൽ സന്ദർശനം ഒഴിവാക്കുകയായിരുന്നു മനു. ശരി, അത് വളരെ ഗൗരവതരമായ കാര്യം തന്നെയാണ്. കാരണം ഒരു മഴ പെയ്ത് നാട് മുഴുവൻ ദുരിതത്തിൽ നിൽക്കുമ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയം കലരണമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവലോകന യോഗത്തിലേക്ക് കോന്നി MLA വിളിക്കാതിരുന്നത് എന്നതും പ്രധാനപ്പെട്ടതല്ലേ? കാരണം മലയോര മേഖല ഒരുപാടുള്ളൊരു മണ്ഡലം കൂടിയാണ്. ആ രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന ഇടം കൂടിയാണ്. അപ്പോൾ അത് ഉയർന്നു വരേണ്ട ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് വരും ദിവസങ്ങളിൽ അതിന് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും സാഹചര്യം ഇപ്പോൾ ആറന്മുളയിൽ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്, റാന്നിയിൽ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും സുജു ഇപ്പോൾ സംസാരിക്കുമ്പോൾ അവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് ആ രീതിയിൽ ശക്തമായി പെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അല്ലെങ്കിൽ അത് വീണ്ടും വെള്ളം ഉയരുന്ന സാഹചര്യത്തിലേക്ക് പോകും. അത് വീണ്ടും ആശങ്ക ഉയർത്തുകയും ചെയ്യും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ആറന്മുളയിലോ റാന്നിയിലോ ഇല്ല എന്നത് ആശ്വാസം നൽകുന്നത് തന്നെയാണ്. സുജുവാണ് നമുക്ക് തത്സമയം ഈ വിവരങ്ങൾ അവിടുത്തെ ആളുകളുടെ പ്രതികരണങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ട് നൽകിയത്.